പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. പുലർച്ചെ വീടിന്റെ സമീപത്തെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആയാലും ഇത് കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തില്ല. 4 വശവും നെറ്റ് വിട്ട് എല്ലാം വടച്ച ഒരു ബന്ധോസില കൃഷി ചെയ്തിരുന്ന ആ കൃഷി മൊത്തമായി ഇപ്പം ഇതിപ്പോൾ 7ാമത്തെ പ്രാവശ്യം കയറ്റം ആന കയറിയേക്കുന്നു. ഈ മുൻകാലങ്ങളിൽ ഇതൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ശല്യങ്ങൾ മൊത്തവും. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, മലയോര മേഖലയിലെ നാളുകളായുള്ള പരാതിയും പ്രശ്നവുമാണ് ഈ കാട്ടാന ശല്യം. പ്രത്യേകിച്ച് കുമ്മണ്ണൂരിൽ ഏറെ ജനവാസമുള്ള ഒരിടം കൂടിയാണ്. മതിൽ കെട്ടി തിരിച്ച കൃഷിയിടത്തിൽ പോലും കാട്ടാന കടന്നു കയറുകയാണ്. ഗോകുൽ, ഈ കാട്ടാനകളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോന്നിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ. മാസങ്ങളായി നിരന്തരം കാട്ടാന ആക്രമണങ്ങളാണ് പ്രദേശത്തുണ്ടാകുന്നത്. രാത്രിയിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുകയും വ്യാപകമായി കൃഷി നശിപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച എല്ലാ ദിവസവും കാണേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. കോന്നി കുമ്മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയത്. പുലർച്ചെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന ഈ പ്രദേശവാസിയായ സലീമിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങുകയും വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശവാസികൾ ഏറെ നേരം ശബ്ദമൊക്കെ ഉണ്ടാക്കി ആനയെ ഓടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന കാട് കയറാൻ തയ്യാറായില്ല. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റിയത്. എന്തായാലും ഈ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ കാട്ടാന നശിപ്പിച്ച കൃഷിയൊക്കെ കണ്ട് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. എത്ര പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ വനംവകുപ്പ് അവരാൽ കഴിയുന്ന രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും ഈ കാട്ടാന കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. അതിന് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ മഞ്ഞുകാലമെന്നോ വ്യത്യാസമില്ലാത്തൊരു സാഹചര്യമാണ് കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.